ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് ചർച്ചയും വിവാദങ്ങളും. ഈ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കുമെന്നും വിലയിരുത്തലുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചവരെ മാത്രം ഒപ്പം നിർത്തിയാണ് സർക്കാർ നീക്കം. വിനീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ പുരികക്കൊടികൾ ഉയർന്നിരുന്നു. എന്താണ് ഉദ്ദേശ്യം, എന്താണ് ലക്ഷ്യം? എന്തായാലും അയ്യപ്പ ഭക്തരുടെ ക്ഷേമവും വിശ്വാസികളുടെ സംരക്ഷണവും ഒന്നുമല്ല ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അതല്ലെങ്കിൽ അവരുടെ മുൻഗണന എന്നുള്ളത് കാലം നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള പ്രചോദനം, എന്തായിരുന്നു ചേതോവികാരം എന്നുള്ള ചോദ്യം ഉയരുമ്പോഴാണ് ബിന്ദു അമ്മിണി രംഗത്തെത്തുന്നത്. ശബരിമല ദർശനത്തിന് സർക്കാർ സുരക്ഷയും സൗകര്യവും വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആഗോള ഭക്ത സംഗമത്തിൽ മുൻനിരയിലിരുന്ന് പങ്കെടുക്കാൻ സംവിധാനമൊരുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന കത്തുമായി ബിന്ദു അമ്മിണിയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ ഭക്തസംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ അവരെ ആരെയും ഇക്കാര്യം അറിയിച്ചിട്ടില്ല, ഔപചാരികമായി ക്ഷണിച്ചിട്ടില്ല എന്ന വാദവുമായി അല്ലെങ്കിൽ ആ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അപ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പുച്ഛം നിറഞ്ഞ മറുപടി: ഭക്തർക്കും വരാം, അയ്യപ്പൻ്റെ ആൾക്കാർക്കും വേണമെങ്കിൽ വരാമെന്ന്. വിനീഷ്, എന്തൊക്കെയാണ് പുതിയ ഡെവലപ്മെൻറ്റ്സ്? ഗുഡ് മോർണിംഗ് പ്രദീപ്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അയ്യപ്പ ഭക്ത സംഗമം എന്നതിനുള്ള പ്രധാന ലക്ഷ്യം എന്ന് നമുക്ക് പ്രധാനമായും വിവിധ കോണുകളിൽ നിന്ന് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തുന്ന ആക്ഷേപം ഇത് തന്നെയാണ്. സർക്കാരിന് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒപ്പമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് നീങ്ങുന്നത്. അല്ലാതെ ഹൈന്ദവ ആചാരങ്ങളെ സംരക്ഷിക്കാനോ സനാതന ധർമ്മങ്ങളെ സംരക്ഷിക്കാനോ അല്ല എന്നതാണ് എടുത്തു പറയുന്ന പ്രധാന ആക്ഷേപം. വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനകം തന്നെ ഈ ഒരു ആക്ഷേപവുമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇലക്ഷനെ CPM നേരിടേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ PR ടീമിൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ പുതിയ ഒരു രാഷ്ട്രീയ ചീട്ട് നാടകമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്നതാണ് ഉയരുന്ന ആക്ഷേപം. കാരണം നിലവിൽ ഹിന്ദുക്കളെ വിഭജിച്ചുകൊണ്ട്, രണ്ട് തട്ടിലാക്കി ഹിന്ദുക്കളെ വിഭജിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾക്കിടയിൽ വലിയൊരു അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അയ്യപ്പ ഭക്ത സംഗമം പ്രധാനമായും പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും സനാതന ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചും ശബരിമല ആചാരങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ മുൻനിരയിൽ കൊണ്ടുവന്ന് അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള നീക്കമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്റ്റാലിൻ ഇപ്പോൾ തന്നെ ആ ഒരു തൽക്കാലത്തേക്ക് അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് എത്തുന്നില്ല, താൻ പിന്മാറുന്നു എന്ന് സർക്കാരിനെ തന്നെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഒപ്പം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കാണാൻ സാധിക്കൂ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ആ പ്രതികരണം നമുക്ക് കാണാൻ സാധിച്ചത്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തു പറയേണ്ടതാണ്. കാരണം ഭക്തരായിട്ടുള്ളവർ വന്നോട്ടെ, അയ്യപ്പനെ കാണാൻ ആഗ്രഹിക്കുന്നവർ സംഗമത്തിൽ എത്തിക്കോട്ടെ എന്നതായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വലിയ ആക്ഷേപങ്ങൾ, ഈ അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയെന്ന ആക്ഷേപം നടത്തിയിരുന്നു. അതിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ തരത്തിലുള്ള പരാമർശം. എന്തായിരുന്നാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള സനാതന ധർമ്മത്തെയും ഹിന്ദു ആചാരങ്ങളെയും സംരക്ഷിക്കാതെ അതിന് വിരുദ്ധമായി നിന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിനാണ് ഇപ്പോൾ സർക്കാർ ഒരുക്കമിടുന്നത്. ഒപ്പം തന്നെ ഇതുവരെയും മറ്റു സാമുദായിക സംഘടനകളെയോ ഹിന്ദു സംഘടനകളെയോ വിളിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ദേവസ്വം പ്രസിഡന്റ്, പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയത്
അയ്യപ്പ ഭക്ത സംഗമത്തിന് നിലവിൽ ഞങ്ങൾ സാമുദായിക സംഘടനാ അംഗങ്ങളെ വിളിക്കും, മറ്റേ ഹിന്ദു സംഘടനകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇവർ ആരെയാണ് വിളിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി BJP-യിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു ആചാര ലംഘനം നടന്ന സമയത്ത്, അല്ലെങ്കിൽ ശബരിമലയിൽ യുവതീ പ്രവേശനം അനിവാര്യമാണെന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്ന സമയത്ത് അതിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ പ്രതിരോധം തീർത്തത് ഹൈന്ദവ സംഘടനകളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കീഴിലുള്ള പരിവാർ ഹൈന്ദവ സംഘടനകളാണ്. ഒപ്പം തന്നെ ദേശീയത ഊന്നിപ്പിടിക്കുന്ന BJP അടക്കമുള്ള സംഘടനകൾ ശക്തമായി തന്നെ അന്ന് ആചാര ലംഘനത്തെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അത് BJP-ക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്ന് രാഷ്ട്രീയ വിലയിരുത്തൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ PR ടീമിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഹൈന്ദവ വോട്ടുകൾ പ്രത്യേകിച്ച് BJP-യിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന വിലയിരുത്തലും ഇപ്പോൾ സംസ്ഥാനത്തുടനീളം രാഷ്ട്രീയമായ ഒരു വിലയിരുത്തൽ സർക്കാർ തലത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്ത സംഗമവുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിരുദ്ധതയും ഒപ്പം തന്നെ ആചാര ലംഘനവും നടത്തുന്നവരെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ആ തരത്തിലുള്ളവരെ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് ഇരട്ടത്താപ്പാണ് എന്ന ആക്ഷേപമാണ് BJP പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, വിനീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളും വിശകലനവുമായി രംഗത്തെത്തിയത്.